വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നത്തോലി ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. DR കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു ബൗളിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒരു 1.5 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് അല്പാൽപമായി ഒഴിച്ച് നമ്മുടെ അധികം ലൂസായി പോകാത്ത ഒരു മാവാണ് നമുക്ക് വേണ്ടത്. ആ രീതിയിൽ വേണം നമ്മുടെ മസാല പ്രിപ്പയർ ചെയ്യാൻ. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇതൊരു 1/4 കിലോ, അതായത് 250 ഗ്രാം വളരെ ചെറിയ നത്തോലിയാണ്. അതിലേക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരുന്ന മുളക് പൊടിയുടെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആദ്യമേ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ഫ്രൈ ആയതിനു ശേഷം അതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാ ഭാഗത്തേക്കും നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു വശമായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു വശമായി കഴിയുമ്പോൾ അതിലേക്ക് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നതാണ് ഈ വെളുത്തുള്ളി. അത് ഞാൻ തൊലിയോട് കൂടി തന്നെ ചതച്ചെടുത്തതാണ്. ഒരു 4 വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ രീതിയിൽ 2 വശവും നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ ഇതുവരെ ഈ രീതിയിൽ ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റിയാണ് ഈ ഫിഷ് ഫ്രൈ. ഇപ്പം നമ്മുടെ മീനെല്ലാം നന്നായി വറന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബൗളിലേക്ക് എടുത്ത് മാറ്റാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ രീതിയിൽ മുഴുവൻ മീനും നമുക്ക് വറുത്തെടുക്കാം. താങ്ക് യു.